വി.ഡി. സതീശന്റെ വലങ്കൈ, വി.ഡി. സതീശന്റെ നെഞ്ചിനോട് ചേർത്ത് വെച്ചിരിക്കുന്ന എറണാകുളത്തെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ തനി നിറമാണ് ഇന്ന് പുറത്തു വന്നത്. ആണുങ്ങളോട് KJ മാക്സി ഏറ്റുമുട്ടിയിട്ടില്ല. സഭകളുടെ വോട്ട് പിടിച്ച് വൃത്തികേട് കാണിച്ച് ജയിക്കാൻ പോകുന്ന ഒരു സ്ഥാനാർത്ഥിയായി മാറുന്നു KJ മാക്സി. അങ്ങനെ പുലയാട്ട് വിളിച്ചു പറയുകയാണ് ഷിയാസ് ഇന്നൊരു ഓഡിയോ സന്ദേശം പുറത്തു വന്നപ്പോൾ എന്നുള്ളത്. എന്തുമാത്രം അധപ്പതിച്ചു പോകുന്നു കോൺഗ്രസിന്റെ യുവ നേതാക്കൾ. അധികായകന്മാരായ മുതിർന്ന നേതാക്കൾ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഓരോ യുവ നേതാവിനുമുണ്ട് പോരായ്മകൾ. ആ പോരായ്മകളെ കുറിച്ച് പറയുമ്പോൾ ഒരു സംഘടനാ സംവിധാനത്തിന്റെ ഒരു ഏകദേശ ധാരണയെങ്കിലും പുറത്തു കൊണ്ടുവന്ന് ഒന്ന് എതിർക്കാൻ, ഒന്ന് വിമർശിക്കാൻ പോലും ആവുന്നില്ല എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഒളിച്ചു കളിച്ച കോൺഗ്രസിനെ നമ്മൾ കണ്ടു. ഷാഫി പറമ്പിൽ അടക്കം ഏതെല്ലാം നേതാക്കളുടെ അടുത്ത് പോയി രാഹുൽ വിഷയത്തിൽ പ്രതികരണം ഈ നാട് ചോദിച്ചിട്ടുണ്ടോ, അപ്പോഴെല്ലാം ഒഴിഞ്ഞു മാറുന്ന കോൺഗ്രസിനെ പേടിച്ച് വിറച്ച് നിലയില്ലാതെ കാൽച്ചോട്ടിലെ മണ്ണൊലിച്ചു പോയപ്പോ പുറത്താക്കി എന്ന് പറയുന്ന ഒരൊറ്റ ടേണിൽ പിടിച്ചു തൂങ്ങുകയാണ് രാഹുൽ വിഷയത്തിൽ ഇന്നും കോൺഗ്രസ്. അതുപോലെ തന്നെ ഇത്രയും വൃത്തികെട്ട പരാമർശം നടത്തി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ കടിച്ചു പിടിച്ച് അഭിനയിച്ചു തീർത്ത ആ പര്യടനം അങ്ങ് അവസാനിച്ചപ്പോ മുഹമ്മദ് ഷിയാസിന്റെ തനിനിറം പുറത്തു വരുമ്പോ അതിനെതിരെ പ്രതികരിക്കാൻ ഒരു നേതാവും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല, നേതാക്കളോട് ചോദിക്കുമ്പോൾ അത് ഒറിജിനൽ ആണോ, അത് AI ആണോ, എന്തു വന്നാലും ഇപ്പോൾ ഇങ്ങനെ ആ വിവാദങ്ങളെ മുഴുവൻ തള്ളിക്കളയാൻ AI ആണോ എന്നൊരൊറ്റ ചോദ്യം മതിയല്ലോ എന്നുള്ളതാണ് കോൺഗ്രസിന്റെ അവസ്ഥ. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള ശക്തമായ അടിപിടിയിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന് ഈ വിഷയത്തിൽ എങ്ങനെയാണ് പ്രതികരിക്കാനാവുക എന്നുള്ളതാണ്. ഷിയാസെ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ഇലക്ഷൻ കഴിഞ്ഞൊന്ന് ഇരുട്ടി വെളുത്തപ്പോൾ നിങ്ങൾ വന്ന് എറണാകുളത്ത് നിന്ന് ഒരു മുഖ്യമന്ത്രി വേണമെന്ന് പറഞ്ഞ് പാളയത്തിൽ പട നിങ്ങൾ തുടങ്ങി വെച്ചത് ഈ രാഷ്ട്രീയ കേരളം കണ്ടതാണ്. ഇന്ന് നിങ്ങൾ പറയുന്ന മറ്റൊരു വിഷയം കൂടി, ആണുങ്ങളോട് ഏറ്റുമുട്ടിയിട്ടില്ല ഇതുവരെ എന്ന്. ആണെന്ന് പറയുന്ന ആ ഒരു മേൽക്കോയ്മയെ ഈ സമൂഹത്തിലേക്ക് ഇങ്ങനെ അഴിച്ചു വിടുമ്പോ സ്ത്രീത്വത്തിന്റെ ഒരു നിലനിൽപ്പിനെ കൂടി ചോദ്യം ചെയ്യുന്നു എന്ന് കോൺഗ്രസിലെ സ്ത്രീകൾ പോലും പുറത്തു പറയുന്ന രീതിയിലേക്ക് ഈ വിഷയം ഇപ്പോൾ കത്തിക്കയറുകയാണെന്നുള്ളതാണ്.